ശബരിമല ദർശനം ജീവിത സൗഭാഗ്യമാണെന്നും അനുവദിക്കണമെന്നും പറഞ്ഞ് മേലുദ്യോഗസ്ഥനിൽ നിന്ന് പെർമിഷൻ വാങ്ങി മോഹൻലാലിനെ എസ്കോർട്ട് പോയ മുൻ തിരുവല്ല SHO BK സുനിൽകുമാർ പിടിച്ചത് ശരിക്കും പുലിവാലാണ്. സർക്കാരിന്റെ ഭാഗത്തു നിന്നുള്ള ക്രമീകരണമാണെന്ന രീതിയിൽ മോഹൻലാലിനെ തെറ്റിദ്ധരിപ്പിച്ചാണ് പോലീസ് ഇൻസ്പെക്ടർ പമ്പയിൽ നിന്ന് ഒപ്പം കൂടിയത് എന്നാണ് വിവരം. ഇതിനായി ആദ്യം തെറ്റിദ്ധരിപ്പിച്ചത് തിരുവല്ല DYSP S അഷാദിനെയാണ്. അതുകൊണ്ട് തന്നെയാണ് അമളി പറ്റിയ അദ്ദേഹം സുനിൽ കൃഷ്ണന് മെമ്മോ കൊടുത്തത്. ഈ വാർത്ത ഇന്നലെ രാത്രി ആദ്യം പുറത്തുവിട്ടത് മറുനാടനാണ്. ശബരിമല ദർശനം നടത്താൻ അനുമതി നൽകണമെന്നാണ് സുനിൽ കൃഷ്ണ DYSPയോട് ആവശ്യപ്പെട്ടിരുന്നത്. മോഹൻലാൽ അവിടെ വരുന്ന കാര്യവും താൻ അദ്ദേഹത്തിനൊപ്പം മല കയറാൻ പോവുകയാണെന്ന കാര്യവും മേലുദ്യോഗസ്ഥനിൽ നിന്ന് മറച്ചുവെച്ച സുനിൽ കൃഷ്ണൻ പക്ഷേ പമ്പയിൽ ചെന്നതോടെ ഔദ്യോഗിക പരിവേഷം എടുത്തണിഞ്ഞു. മോഹൻലാലിനൊപ്പം അടുത്തു നിൽക്കുന്ന തിരുവല്ല SHOയെ കണ്ട് SP-യും DYSPയും അടക്കം ഞെട്ടി. ഇങ്ങനെ ഒരു ഡ്യൂട്ടി കൊടുത്ത ആരും സുനിൽ കൃഷ്ണനെ പമ്പയ്ക്ക് അയച്ചിരുന്നില്ല. പമ്പ മുതൽ സന്നിധാനം വരെ മോഹൻലാലിന്റെ സുരക്ഷാ ചുമതല ഏകോപിപ്പിച്ച് സുനിൽ കൃഷ്ണൻ ചാനൽ ഫ്രെയിമുകളിൽ നിറഞ്ഞു നിന്നു. ശബരിമല ദർശനം നടത്തുകയെന്നത് തന്റെ ജീവിതാഭിലാഷമാണെന്ന് പറഞ്ഞാണ് DYSPയോട് ഇയാൾ അനുമതി വാങ്ങിയത്. സുനിൽ കൃഷ്ണൻ എങ്ങനെ ലാലിന് അരികിലെത്തിയെന്ന മേലുദ്യോഗസ്ഥന്റെ സംശയമാണ് മെമ്മോയിൽ കലാശിച്ചത്. ഇതിന്റെ പേരിൽ SHOക്കെതിരെ നടപടിയൊന്നും എടുത്തിട്ടില്ല. സ്ഥലം മാറ്റിയെന്ന പ്രചരണം ശരിയല്ല. ഈ സംഭവം നടക്കുന്നതിന് മുൻപ് തന്നെ ജനറൽ ട്രാൻസ്ഫർ ഓർഡർ ഇറങ്ങിയിരുന്നു. അതുപ്രകാരം തിരുവല്ലയിൽ ചുമതലയേൽക്കേണ്ട ഇൻസ്പെക്ടർ എത്താൻ വൈകിയതാണ് സുനിൽ കൃഷ്ണൻ സ്ഥാനമൊഴിയുന്നത് വൈകാനിടയാക്കിയത്. അതിനാൽ സ്ഥലം മാറ്റവും മോഹൻലാലിന് എസ്കോർട്ട് പോയതുമായി യാതൊരു ബന്ധവുമില്ലെന്നാണ് ഉന്നത പോലീസ് അധികൃതർ പറയുന്നത്. സുനിൽ കൃഷ്ണൻ ഏറെ നാളായി മോഹൻലാലിനെ വട്ടമിട്ട് നടക്കുകയാണ്. ഇതിനു മുമ്പ് ചെങ്ങന്നൂരിൽ ദേശീയ സാസ് മേള ഉദ്ഘാടനത്തിന് മോഹൻലാൽ എത്തിയിരുന്നു. അന്ന് അവിടേക്ക് VIP-ക്ക് പൈലറ്റ് ഡ്യൂട്ടി സംഘടിപ്പിച്ചെടുത്ത സുനിൽ കൃഷ്ണൻ പത്തനംതിട്ട ബോർഡറിൽ തീരേണ്ട ഡ്യൂട്ടി ചെങ്ങന്നൂർ വരെ സ്വയം നീട്ടി. അവിടെയും വേദിയിൽ ഇടിച്ചു കയറിയ സംഭവമുണ്ടായി. ജില്ലാ അതിർത്തിയായ കുറ്റൂരിൽ തീരേണ്ട പൈലറ്റ് അവിടെ നിർത്താതെ ചെങ്ങന്നൂരിലെ സമ്മേളന വേദി വരെ സ്വയം നീട്ടിവിട്ടത് വിവാദമായിരുന്നു. ഇതിന് പുറമെ കേരള പോലീസിന്റെ ലഹരി വിരുദ്ധ പ്രചരണത്തിന്റെ ഭാഗമായി മോഹൻലാലിന്റെ ഒരു സന്ദേശ ഓഡിയോ ഒപ്പിക്കാമെന്ന് സുനിൽ കൃഷ്ണൻ വാക്കുകൊടുത്തിരുന്നു. ഇതിനായി കുമളിയിൽ ഷൂട്ടിംഗ് നടക്കുന്ന തരുൺ മൂർത്തി ചിത്രം തുടരും സെറ്റിൽ പോയിരുന്നു. അവിടെ ചെന്ന് ഒരു വീഡിയോ സംഘടിപ്പിച്ചു കൊടുത്ത് മോഹൻലാലിൽ തനിക്കുള്ള സ്വാധീനം തെളിയിക്കുകയും ചെയ്തു. അതിനുശേഷമാണ് ശബരിമല വിവാദം ഉണ്ടാകുന്നത്. സുനിൽ കൃഷ്ണയുടെ യഥാർത്ഥ ലക്ഷ്യം താൻ തയ്യാറാക്കി വച്ചിരിക്കുന്ന തിരക്കഥയിൽ മോഹൻലാലിനെ അഭിനയിപ്പിക്കുക എന്നതാണെന്ന് പറയുന്നുണ്ട്. എന്തായാലും പോലീസ് ഉദ്യോഗസ്ഥന് ഇതാണിപ്പോൾ വിനയായി മാറിയിരിക്കുന്നത്. മോഹൻലാലിനെ ചുറ്റിപ്പറ്റി നിരവധി പ്രോഗ്രാമുകൾക്കാണ് ഇദ്ദേഹം കയറിക്കൂടിയത്. അതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിൽ DYSPക്ക് തോന്നിയ സംശയം ഇതുവരെ കാര്യങ്ങൾ എത്തിച്ചത്. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ മെമ്മോ കൊടുത്തിരിക്കുന്നതും.